കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ വീണ്ടും പ്രശ്നങ്ങൾ തന്നെയാണ്. കുഞ്ഞിനെ ചൊല്ലി വീണ്ടും പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം പപ്പിയുടെ ആ ഒരു യൂണിഫോം മാറ്റിയിട്ട് സ്കൂളിൽ പോകുന്നില്ലെന്ന് കാണിക്കുന്നില്ല. വീണ്ടും അവിടെ ഉമ്മറത്ത് രാഘവൻ നായരും പിള്ളയും മാത്രമാവുകയാണ്. പിള്ള വീണ്ടും ആ കുഞ്ഞിനെക്കുറിച്ച് വീണ്ടും രാഘവൻ നായരോട് പറഞ്ഞിങ്ങനെ എരികേറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നാൽ ഈ വീട്ടിലുള്ളവർക്ക് വീണ്ടും പണികൾ ഓരോന്നായി കിട്ടിക്കൊണ്ടേയിരിക്കും, ഓരോരുത്തരായി നഷ്ടപ്പെടും എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർക്ക് ആകെപ്പാടെ ഇങ്ങനെ പേടിയൊക്കെ വരുന്നുണ്ട്. അന്നേരം എടോ താൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാലനെ വിളിച്ചു വരുത്തുന്ന ആ ഒരു ജന്മമാണ് ആ കുഞ്ഞിൻ്റേത്. അതിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടണം, അല്ലാന്നുണ്ടെങ്കിൽ വീട് നശിക്കും, കുടുംബം നശിക്കും എന്നൊക്കെ പറഞ്ഞ് പിള്ള പറയുന്നുണ്ട്. രാഘവൻ നായർ കുറച്ചൊക്കെ വിശ്വസിക്കുന്നുണ്ട്, കുറച്ചൊക്കെ കളയുന്നുണ്ട്. പക്ഷേ ഇത് കൂടി കേൾക്കുമ്പോൾ ആകപ്പാടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ശിവൻ ഇങ്ങനെ ആ ഒരു വിഷ്ണുവിൻ്റെ വണ്ടി ജീപ്പ് ഓടിച്ചിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ശിവൻ മാത്രമേ ഉള്ളൂ. വണ്ടി ഓടിച്ചിങ്ങനെ പോകുമ്പോൾ ഒരു അമ്മൂമ്മയാണെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശിവൻ്റെ ആ തെറ്റുകൊണ്ടല്ല, അവരിങ്ങനെ നോക്കാതെ ക്രോസ് ചെയ്യുമ്പോൾ ഈ വണ്ടി അവരിലേക്ക് കൊണ്ട് തട്ടുകയാണ് ചെയ്യുന്നത്. അവരിങ്ങനെ ഇടിച്ച് റോഡിലേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട്. അന്നേരം ശിവനാകപ്പാടെയും പേടിച്ചു പോകുന്നുണ്ട്. എല്ലാവരുമൊക്കെ ഇങ്ങോട്ട് കൂടുകയാണ്, ആളുകളൊക്കെ കൂടുന്നുണ്ട്. അന്നേരം ശിവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ അവരിങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം കൂടി ആകുമ്പോൾ ഇതും കൂടി അവിടെ അറിയുമ്പോൾ ഇതും ആ കുഞ്ഞിൻ്റെ ദോഷം കൊണ്ടാണ് വരുന്നത് എന്നവിടെ പിള്ള രാഘവൻ നായരെ പറഞ്ഞ് ഏൽപ്പിക്കും. അപ്പോൾ വിഷ്ണുവിനാണ് ദോഷം വന്നതെന്നൊക്കെ രാഘവൻ നായർ വിശ്വസിക്കും. അപ്പോൾ വീണ്ടും ശാലിനിയോട് ഇനി പറയോ, കുഞ്ഞിനെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയൂ എന്താണെന്നുള്ളതാണ്. അതൊരു അതിനോടകം ശാന്തയാണെങ്കിൽ കുഞ്ഞിനെ എടുത്ത് ഇനി രാജ്യം തന്നെ ഏൽപ്പിക്കുമ്പോൾ അവിടെ എന്താകും എന്നുള്ളതാണ്. മിക്കവാറും ചിലപ്പോൾ ഇനി ശാലിനി ഇനി കുഞ്ഞിനെയും കൊണ്ട് ഇനി മാറി താമസിക്കുമോ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ കാണാം. ഇനി എല്ലാവരും പറയുന്ന പോലെ തന്നെ ശിവൻ്റെ വീട്ടിലേക്ക് തന്നെ കുഞ്ഞിനെയും കൊണ്ടുപോയി താമസിക്കുമോ എന്നൊന്നും അറിയില്ല. എന്താകും എന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.